Hi all. In today's video we will be dealing with KTU Business Economics Module 6. And this particular module explains the topics such as balance sheet, demand forecasting, your taxation, GST, which is your goods and service tax, and your foreign direct investment. And in this video, we will specifically deal with demand forecasting and the topic ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സും നമ്മൾ ഡീൽ ചെയ്യും. കാരണം demand forecasting problematic topics ഉള്ളതുകൊണ്ട് അത് വേറൊരു വീഡിയോയിലായിരിക്കും നമ്മൾ അത് കവർ ചെയ്യാൻ പോകുന്നത്. So demand forecasting ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സും module 6 ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നു. Starting with your balance sheet. So the first topic from module 6 is your balance sheet. So balance sheet means it's a financial statement which explains the assets and liabilities of a firm in a financial year. എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു കമ്പനിക്ക് വരുന്ന വരവും ചെലവും എഴുതി വെക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ അതിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഓൺ വൺ സൈഡ് യു ഹാവ് അസറ്റ്സ് ആൻഡ് അതർ സൈഡ് യു ഹാവ് ലയബിലിറ്റീസ്. ഇതിൽ അസറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിക്ക് വരുന്ന വരവുകളാണ്. വരവുകൾ എന്ന് പറയുന്നത് കമ്പനിക്കുള്ള സ്വത്തുക്കളായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഫർണിച്ചർ, അല്ലെങ്കിൽ കമ്പനിയുടെ മെഷീൻസ്, കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ബിൽഡിങ്, ബാക്കി പ്രോപ്പർട്ടീസ്. അപ്പോൾ കമ്പനിയുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പനിക്ക് വരവായിട്ട് കിട്ടുന്ന പണത്തിൻ്റെ ഇൻഫ്ലോ, ഇതെല്ലാം കമ്പനിയുടെ അസറ്റ്സ് ആണ്. അതുകൊണ്ട് നമ്മളതിനെ പ്ലസ് അല്ലെങ്കിൽ പോസിറ്റീവ് എന്നുള്ള സൈനിലാണ് നമ്മളതിനെ രേഖപ്പെടുത്തുന്നത്. On the other side you have your liabilities. Liabilities എന്ന് പറയുന്നത് കടബാധ്യതകളാണ്. കടബാധ്യതകൾ എന്ന് പറഞ്ഞില്ലെങ്കിലും ബാധ്യതകൾ. ലയബിലിറ്റീസ് ബേസിക്കലി മീൻസ് ബാധ്യതകൾ. സോ കമ്പനി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ എമൗണ്ട്, അതുപോലെ തന്നെ കമ്പനി മാസാമാസം കൊടുക്കുന്ന ശമ്പളം, റെൻ്റ് ഉണ്ടെങ്കിൽ കമ്പനി റെൻ്റ് അടയ്ക്കുന്നത്, ഇലക്ട്രിസിറ്റി ചാർജ്, ഇതെല്ലാം കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഔട്ട്ഫ്ലോ ആണ്. സോ ബേസിക്കലി ഇൻഫ്ലോസ് യുവർ അസറ്റ്സ്, ഔട്ട്ഫ്ലോസ് യുവർ liabilities. Okay, so your balance sheet is equal to your assets plus liabilities. ഈ ബാലൻസ് ഷീറ്റ് is equal to assets plus liabilities എന്നതിനെ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുകൂടി പറയും. സോ ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് അബൌട്ട് യുവർ ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് is equal to assets plus liabilities. So assets can be explained as the resources acquired by the firm by using the resources within themselves. അവരുടെ കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമാക്കിയ വസ്തുക്കളെ എല്ലാത്തിനെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. വേറെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലെയിം അഗെയിൻസ്റ്റ് അസറ്റ്. അതായത് അസറ്റിന് നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ എന്താണോ അസറ്റ് എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നൗ വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്? ലയബിലിറ്റീസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്, അസറ്റ്സ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത്. The components in assets has been divided into three. Okay, the first one is your fixed assets. Fixed assets is again divided into tangible assets and intangible assets. ഇതിൽ അസറ്റ്സിൽ നമ്മൾ ആദ്യത്തെ തരം അല്ലെങ്കിൽ ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ പറയുന്ന ഫിക്സ്ഡ് അസറ്റ് എന്നുള്ളത്. ഫിക്സ്ഡ് അസറ്റിനെ നമ്മൾ രണ്ടാക്കി തിരിക്കും, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫർണിച്ചർ, അല്ലെങ്കിൽ മെഷീൻസ്, ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വേറാസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി നടത്തുന്നൊരു സർവീസ്, ഇപ്പം നമ്മൾ ഒരു കോളേജ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ഒരു അസറ്റാണ് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ളത്, അല്ലേ, വിദ്യ പകർന്നു കൊടുക്കുക എന്നുള്ളത്. അത് നമുക്ക് ഒരിക്കലും നേക്ഡ് ആയതുകൊണ്ട് അല്ലെങ്കിൽ വിസിബിൾ ഐസിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. ബട്ട് ഇറ്റ്സ് എൻ അസറ്റ്. സോ ടാഞ്ചിബിൾ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത്, ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കാത്ത അസറ്റ്സ്. ദെൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ, ഓക്കെ, ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ആ കമ്പനിക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ഉണ്ട്, കറൻ്റ്ലി അവർക്ക് എന്തെല്ലാം അസറ്റ്സ് ഉണ്ട്, ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് കറണ്ട് അസറ്റ്സ്. ആൻഡ് ദെൻ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അതെപ്പോഴും അസറ്റ്സിലായിരിക്കും. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പലരും മനസ്സിൽ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ലോൺ എടുക്കുന്നത്, ആ ലോണൊക്കെ ലയബിലിറ്റി അല്ലേ. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമാണ്. ആ നിക്ഷേപത്തിലൂടെ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്നത് അതിൽ നിന്ന് ലാഭമായിരിക്കും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഓർമ്മ വയ്ക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. Then now what are the components in liabilities? Liabilities, it has been divided into four. That is your long term liability, current liability,
fixed term liability, and finally your profit. Okay, now what is your long term liability? Long term liability എന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ബാധ്യതകൾ. ഫോർ എക്സാമ്പിൾ സേ ഒരു 2-3 വർഷത്തേക്ക് നമ്മളൊരു ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ടുണ്ട്, ഒരു 50 കോടി രൂപ കടമെടുത്തു. 2-3 വർഷത്തേക്കാണ് എടുത്തേക്കുന്നത്, അത് കഴിയുമ്പോൾ തിരിച്ചടയ്ക്കണം. അപ്പോൾ 2-3 വർഷത്തേക്കാണ് ഇറ്റ്സ് എ ലോങ് ടേം ലയബിലിറ്റി. ഇനി വാട്ട് ഈസ് കറൻറ്റ് ലയബിലിറ്റി? രണ്ടാമത്തെ ഘടകമായ കറൻറ്റ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ, ഓക്കെ, 2020-2021 സാമ്പത്തിക വർഷത്തിൽ എന്തെല്ലാം ബാധ്യതകൾ കമ്പനിക്കുണ്ട്, ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് കറൻറ്റ് ലയബിലിറ്റീസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലയബിലിറ്റീസ്. ഫിക്സ്ഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫിക്സ്ഡ് ടേമിലേക്ക് നമ്മൾ ലോൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്കൊരു 50 കോടി രൂപ വേണം ഒരു കമ്പനി തുടങ്ങാൻ, പക്ഷേ അത് 10 വർഷത്തേക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ് ആയിട്ട് ടേം ഫിക്സ് ചെയ്യണം. 10 വർഷം, 20 വർഷം, 30 വർഷം, അങ്ങനെ ഒരു ഫിക്സ്ഡ് ടേമിലേക്കായിട്ട് നമുക്ക് ബാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ടേം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഇസ് എ പ്രോഫിറ്റ്. എപ്പോഴും സാധാരണ ഒരു സംശയം ഉണ്ടാകുന്നതാണ്, പ്രോഫിറ്റ് എപ്പോഴും കമ്പനിക്ക് വരുന്ന ഇൻഫ്ലോ അല്ലേ അത് അസറ്റ്സിലായിരിക്കണം എന്നുള്ളത്. പക്ഷേ ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് എന്നുള്ളത് എപ്പോഴും ലയബിലിറ്റിയാണ്. കാരണം ആ പ്രോഫിറ്റിൽ നിന്നാണ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഓഹരി നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നാണ് വീണ്ടും നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മെയിൻ്റനൻസ് കോസ്റ്റുകളോ അല്ലെങ്കിൽ മെഷീൻസ് പുതിയത് വാങ്ങണോ അങ്ങനത്തെ കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഔട്ട്ഫ്ലോ ആണ് വരുന്നത്. സോ ഓർമ്മ വയ്ക്കുക, പ്രോഫിറ്റ് എപ്പോഴും ലയബിലിറ്റിയിലായിരിക്കും, വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും അസറ്റ്സിലായിരിക്കും. ഇനി KTUവിൻ്റെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്നുള്ളത്, അസറ്റ്സും കുറേ ഐറ്റംസ് തരും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും. ആ ഐറ്റംസിനെ അസറ്റ്സും ലയബിലിറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഫേർണിച്ചർ, അപ്പോൾ നിങ്ങൾ ഫേർണിച്ചർ ഏതിൽ വരും? അസറ്റ്സിൽ വരണം. അതുപോലെ ലോൺ സാങ്ഷൻ ബൈ ദി ബാങ്ക് ലയബിലിറ്റി ആണ്. ദെൻ മെഷീൻസ് ഓട്ടോമാറ്റിക്കലി അസറ്റ്സ് ആണ്. ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ദി ബാങ്ക് ലയബിലിറ്റി. അപ്പോൾ ഒരുപാട് ഐറ്റംസ് തരും. ആ ഐറ്റംസിന് നമ്മൾ കോളം വരച്ച് അസറ്റ്സ് ഒരു ഭാഗത്ത്, ലയബിലിറ്റീസ് ഒരു ഭാഗത്തായിട്ട് തരം തിരിക്കാനാണ് KTUവിൻ്റെ ബിസിനസ് എക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യം. അല്ലാതെ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി അത് ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് സൈഡുകളിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഇല്ല. ഇനി വാട്ട് യു മീൻ ബൈ ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ്? അതായത് ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നിരിക്കുന്ന ഐറ്റംസ്, നിങ്ങൾക്ക് തരുന്ന ഐറ്റംസിനെ അസറ്റ്സും ലയബിലിറ്റീസും ആക്കി തരം തിരിക്കുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ്. ഓക്കെ, സോ ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ടു എ സർട്ടൻ ഗ്രൂപ്പ്സ് ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ ഇസ് നോൺ ആസ് യുവർ ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ്. ക്ലിയർ? നൗ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, നമുക്ക് ടു നോ ദ കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേമിൻ്റെ കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റും. പിന്നെ എത്രത്തോളം അസറ്റ്സും ലയബിലിറ്റീസും ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. സോ ടു ഹാവ് എൻ ഐഡിയ അബൌട്ട് കമ്പനീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ടു റിഫ്ലെക്ട്സ് ഓൺ ദ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ്. അതായത് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് എത്രത്തോളം ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുകൂടി നമുക്കതിനെ അറിയാൻ പറ്റുന്നു. സോ ദിസ് ഇസ് അബൌട്ട് ദ ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ, അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, അതിൻ്റെ കമ്പോണൻസ് എന്താണ്, ആ കമ്പോണൻസ് തരം തിരിക്കുന്നത് ഗ്രൂപ്പിംഗ് ഓർ മാർഷലിംഗ് എന്ന് പറയുന്നു. ആൻഡ് ഈ പറയുന്ന ബാലൻസ് ഷീറ്റിൻ്റെ അഡ്വാൻറ്റേജസും കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തൊരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDI. ഓക്കെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലല്ലാത്ത ഒരു കമ്പനി ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ലാഭം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ FDI എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു ഉദാഹരണത്തിനായിട്ട് നമ്മൾ KFC എടുക്കുക. KFC ഒരു എക്സാമ്പിളാണ്. KFC തുടക്കം കുറിച്ചത് അമേരിക്കയിലാണ്. അപ്പോൾ അമേരിക്കയിൽ തുടക്കം കുറിച്ചൊരു കമ്പനി അവരവിടെ ബിസിനസ്സൊക്കെ എക്സ്പാൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വന്ന് അവിടെ ഇന്ത്യയിലും അവർ ബിസിനസ് ഇട്ടു. അപ്പോൾ ഇന്ത്യക്കാരല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനി അല്ലാത്ത ഒരു വിദേശ കമ്പനി ഇന്ത്യയിലെ ഇക്കോണമിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഓപ്പറേഷൻസ് തുടങ്ങി ലാഭം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, FDI. നിങ്ങളുടെ IBM, മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ മെക്ഡൊണാൾഡ്സ്, അങ്ങനെ പല പ്രമുഖ ബ്രാൻഡുകളും ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പല പ്രമുഖ ബ്രാൻഡുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എൻ FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്.
Okay, so that is FDI. Now അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ രണ്ട് ടോപ്പിക്സ് ആണ് FII ആൻഡ് FPI, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആൻഡ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് FII മീൻസ് an institution established or incorporated outside India which proposes to make an investment in securities in India. Foreign institutional investor എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പുറമേ നിന്ന് ഒരു വിദേശ കമ്പനി വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു ടെലികോം പ്രൊവൈഡറായിരുന്നു ഹച്ച് എന്നുള്ളത്. അപ്പോൾ ഹച്ച് നഷ്ടത്തിൽ നിർത്താൻ അല്ലെങ്കിൽ നഷ്ടത്തിലായിരിക്കുന്ന സമയത്താണ് ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ള വോഡാഫോൺ എന്നുള്ള കമ്പനി വന്ന് ഹച്ചിനെ ഏറ്റെടുക്കുന്നത്. സോ ബേസിക്കലി ഹച്ച് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയൊരു കമ്പനിയാണ്. അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി വോഡാഫോൺ ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി വന്നത് ഏറ്റെടുക്കുന്നു. ദാറ്റ് ഈസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ദെൻ യു ഹാവ് ഫോറിൻ portfolio investor. Foreign portfolio investor means it is an investment by non-resident Indians, or we call it as NRIs. Okay, non-residents in Indian securities including government bonds and corporate bonds and so on. So foreign portfolio investment അല്ലെങ്കിൽ foreign portfolio investor എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലല്ലാത്ത എന്നാൽ ഇന്ത്യക്കാരായിട്ടുള്ള, അതിനാണ് നമ്മൾ NRIs എന്ന് പറയുന്നത്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്. ഇന്ത്യയിൽ അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പുറത്തായിരിക്കാം, പക്ഷെ അവർ ഇന്ത്യയിൽ വന്ന് അവർ ഇന്ത്യൻ ബോണ്ട്സിലും അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യൂരിറ്റീസിലും ഇന്ത്യൻ പ്രോപ്പർട്ടീസിലും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് യുവർ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഒരു ഉദാഹരണത്തിന് നമ്മുടെ കൊച്ചിയിലുള്ള ബോൾഗാട്ടി പാലസ്, അത് KTDCയിലാണ്, പക്ഷേ അതിലെ മേജർ ഷെയറും ഇപ്പോൾ ലുലു ഗ്രൂപ്പിനാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എ ലുലു ഗ്രൂപ്പ് എന്നുള്ളതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിലല്ല, പക്ഷേ അയാൾ ഇന്ത്യക്കാരനാണ്, കേരളീയനാണ്, പക്ഷേ അയാൾ NRI ആണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്പനി ലുലു ഗ്രൂപ്പ് ഇന്ത്യയിലെ ഒരു സെക്യൂരിറ്റിയിൽ അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ഇറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. സോ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് വിച്ച് വി ആർ ഗോണ ഡീൽ വിത്ത് ഇസ് യുവർ ടാക്സേഷൻ. സോ ടാക്സ് എന്ന് പറയുന്നത്, ടാക്സ് ഇസ് ഡിഫൈൻഡ് ആസ് a compulsory payment made by the citizens of a country to the government for the goods and services provided by the government. ഗവൺമെൻറ് നമുക്ക് നൽകുന്ന സർവീസിന് നമ്മൾ തിരികെ കൊടുക്കുന്ന ഫീ ആണ് ടാക്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഫീയുടെ പ്രത്യേകത ഒരു കമ്പൾസറി പേയ്മെൻ്റ് ആണ്. സോ ഐ റിപ്പീറ്റ്, ഇറ്റ് ഈസ് എ കമ്പൾസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി സിറ്റിസൻസ് ഇൻ എ കൺട്രി for the government for the goods and services rendered by the government. ഗവൺമെൻറ് നമുക്ക് തരുന്ന സർവീസുകൾക്ക് നമ്മൾ തിരികെ കൊടുക്കുന്ന ഫീ എന്നുള്ള രീതിയിലാണ് നമ്മൾ ടാക്സിന് പറയുന്നത്. നൗ വാട്ട് ഐ മീൻ ബൈ കാനൺസ് ഓഫ് ടാക്സേഷൻ. കാനൺസ് എന്ന് പറയുന്നത് ഒരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ കാനൺ എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് ഒരു 9 കാനൺസോളം ഉണ്ട്. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എക്സാമിന് എഴുതുമ്പോഴും വെറുതെ കാനൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാതെ എഴുതരുത്. സോ ഇറ്റ് ഷുഡ് ബി കാനൺ ഓഫ് സിംപ്ലിസിറ്റി, കാനൺ ഓഫ് സെർട്ടനിറ്റി, കാനൺ ഓഫ് ഇക്വിറ്റി, കാനൺ ഓഫ് ഈക്വാളിറ്റി. അപ്പോൾ കൃത്യം കാനൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ 9 റൂൾസ് അല്ലെങ്കിൽ 9 കാനൺസ് ആണുള്ളത്. ദാറ്റ് ഈസ് കാനൺ ഓഫ് ഈക്വാളിറ്റി. ഈക്വാളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈക്വൽ റേറ്റ് ആയിരിക്കണം, അല്ലാതെ പണക്കാരനോ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ വെളുത്തവൻ കറുത്തവൻ എന്നുള്ള രീതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ റേറ്റ് അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം ഗവൺമെൻറ് ഫിക്സ് ചെയ്യാൻ. ദെൻ കാനൺ ഓഫ് സെർട്ടനിറ്റി. സെർട്ടനിറ്റി മീൻസ് ക്ലിയർ ആയിരിക്കണം അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. കാനൺ ഓഫ് കൺവീനിയൻസ്. കൺവീനിയൻസ് മീൻസ് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് വേണം നമ്മൾ ടാക്സ് കളക്ട് ചെയ്യാനായിട്ട്. കാനൺ ഓഫ് ഇക്കോണമി. കാനൺ ഓഫ് ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് 50 കോടിയാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാനുള്ളതെങ്കിൽ നമുക്കൊരിക്കലും 60 കോടി അതിനുവേണ്ടി ചിലവാക്കരുത്. 50 കോടി കളക്ട് ചെയ്യാനായിട്ട് 60 കോടി ചിലവാക്കുന്ന ഒരു അവസ്ഥ വരുത്തരുത്. അതാണ് പറയുന്നത് ഇക്കണോമിക്കലായിട്ട് വേണം ടാക്സ് കളക്ട് ചെയ്യാൻ. കാനൺ ഓഫ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്റ്റീവ് പേർപ്പസുകൾക്ക് വേണം, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം ടാക്സ് ഉപയോഗിക്കുവാൻ. കാനൺ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ടാക്സിൻ്റെ അളവ് കൂട്ടാനും കുറയ്ക്കാനുമുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമുക്കതിൽ വരണം. എഗെയിൻ കാനൺ ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ സിസ്റ്റം ആയിരിക്കണം. വളരെ റിജിഡ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം
ടാക്സ് സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ദ ലാസ്റ്റ് വൺ ഇസ് കാനൺ ഓഫ് സിംപ്ലിസിറ്റി. സിംപ്ലിസിറ്റി മീൻസ് അതിൻ്റെ സിസ്റ്റംസും അതിൻ്റെ പ്രൊസീജിയേഴ്സും അതിൻ്റെ സ്ലാബുകളും എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ടൈപ്സ് ഓഫ് ടാക്സേഷൻ. ടാക്സുകളെ നമ്മൾ എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് പ്രൊപ്പോർഷണൽ ടാക്സ്. പ്രൊപ്പോർഷണൽ ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് ടാക്സും വർദ്ധിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് പ്രൊപ്പോർഷണൽ ടാക്സ്. ഓക്കെ, സോ വെൻ income increases, your tax increases proportionately, that is what we call as proportional tax. Then progressive tax. Progressive tax means income കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് കൂടും. പ്രൊപ്പോർഷനേറ്റ് ആയിരുന്നില്ല, ഇൻകം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിന് 3 ഇരട്ടിയോ ഒക്കെ ആയിട്ട് കൂടാം. സോ വെൻ ഇൻകം ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഓൾസോ ഇൻക്രീസസ് പ്രോഗ്രസീവ്. ദെൻ യു ഹാവ് റിഗ്രസീവ് ടാക്സ്. റിഗ്രസീവ് ടാക്സ് വളരെ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമാണ് അത് ഫോളോ ചെയ്യുന്നത്. റിഗ്രസീവ് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകം കൂടുമ്പോൾ ടാക്സ് കുറയുന്ന അവസ്ഥയാണ്. ദെൻ യു ഹാവ് ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി നേരിട്ട് അവന് കിട്ടുന്ന മാസം അല്ലെങ്കിൽ വർഷ വരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കുന്ന ടാക്സിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇപ്പോൾ എനിക്ക് 12 മാസം കൂടുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഗവൺമെൻറ്റിലേക്ക് നേരിട്ട് അടയ്ക്കുന്നു. ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് ഡയറക്റ്റ് ടാക്സ്. സോ ഡയറക്റ്റ് ടാക്സ് ആർ ദ ടാക്സ് പെയ്ഡ് ബൈ ദി പേഴ്സൺസ് ഇൻ പേഴ്സൺ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് ബൈ പേഴ്സൺ അയക്കുന്ന ടാക്സിനാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ വസ്തുക്കൾ വാങ്ങുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഏതൊരു വസ്തു നമ്മൾ വാങ്ങാൻ പോയാലും നമുക്കതിൻ്റെ ബാക്ക് തിരിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ടാക്സ് എന്നുള്ളത്, അല്ലേ? ഏതൊരു വസ്തുവാണെങ്കിലും ഗുഡ്സിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു റീചാർജ് കൂപ്പൺ വാങ്ങി, ഇപ്പോൾ ആരും റീചാർജ് കൂപ്പൺ വാങ്ങുന്നുണ്ടാവില്ല, പക്ഷേ റീചാർജ് കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം 20 രൂപയുടെ കൂപ്പൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 16 രൂപയാണ് നമുക്ക് ടോക്ക് ടൈം കയറാം. ബാക്കി 4 രൂപ എന്തെങ്കിലും ടാക്സ് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഏതൊരു വസ്തു വാങ്ങണം നമ്മൾ ഇൻഡയറക്റ്റ്ലി ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദെൻ യു ഹാവ് സ്പെസിഫിക് ടാക്സ്. സ്പെസിഫിക് ടാക്സ് മീൻസ് വസ്തുക്കളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ടാക്സ് അടയ്ക്കാം. ഓക്കെ, 1000 സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവരുന്നു, അപ്പോൾ 1000 എണ്ണത്തിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. വേറൊരെണ്ണുള്ളതാണ് ആഡ് വാലറം ടാക്സ്. ആഡ് വാലറം ടാക്സ് മീൻസ് വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, വസ്തുക്കളുടെ സൈസോ ക്വാണ്ടിറ്റിയോ അല്ല, വസ്തുക്കളുടെ വിലയും അതിൻ്റെ വാല്യൂ അനുസരിച്ച് ടാക്സ് അടയ്ക്കുന്ന സിസ്റ്റത്തിനാണ് ആഡ് വാലറം ടാക്സ്. സോ ടൈപ്സ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ പ്രൊപ്പോർഷണൽ, പ്രോഗ്രസീവ്, റിഗ്രസീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, സ്പെസിഫിക് ആൻഡ് ആഡ് വാലറം ടാക്സ്. സോ ടാക്സേഷനിൽ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ടാക്സേഷൻ, definition, then canons and types of tax. The last topic in this particular video would be goods and service tax, that is your GST. Important topic ആണ്. നിങ്ങൾക്ക് പാർട്ട് സിയിലെ ഏറ്റവും അവസാനത്തെ ചോദ്യമായി 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. സോ GST എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു നാഷണൽ ലെവൽ ടാക്സ് ആണ്. ആൻഡ് ഇത് മെയിനായിട്ട് ലെവി ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുമ്പോഴാണ്. അപ്പോൾ ഇത് പണ്ടുണ്ടായിരുന്ന സെയിൽസ് ടാക്സിന് പകരം, സെയിൽസ് ടാക്സ് ആയിരുന്നു മുമ്പുണ്ടായിരുന്നത്, സെയിൽസ് ടാക്സിന് പകരം ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ സിസ്റ്റമാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ് ലെവിഡ് ഓൺ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് നാഷണൽ ലെവൽ ആൻഡ് ഇറ്റ് ഈസ് ബീങ് ലെവിഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് ഈച്ച് സ്റ്റേജസ് ഓഫ് സെയിൽസ് ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഈ ടാക്സ് നമ്മൾ ലെവി ചെയ്യണം. അപ്പോൾ ഇതിന് സംസ്ഥാന ഭേദമന്യേ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ ഓരോ റേറ്റോ അല്ലെങ്കിൽ ജില്ലകളിൽ ഓരോ റേറ്റോ അങ്ങനെയല്ല. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ടാക്സ് ഓരോ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കും എത്ര റേറ്റ് എന്നുള്ളത്. ഇപ്പോൾ ആ കാര്യമില്ല. അതിനെ റീപ്ലേസ് ചെയ്ത് GST വരുമ്പോൾ കേന്ദ്രം തീരുമാനിക്കും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിക്കും എത്രയാണ് റേറ്റ്. അത് മുഴുവൻ സ്റ്റേറ്റ്സ് കളക്ട് ചെയ്യണം. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക ഓരോ സ്റ്റേറ്റ്സും നമുക്ക് അതിൽ എത്ര പ്രപ്പോർഷൻ വെച്ച് കൊടുക്കണം എന്നുള്ളത്. ആൻഡ് GST റേറ്റ് ഇസ് യൂണിഫോം അക്രോസ് ദി സ്റ്റേറ്റ്. ഇന്ത്യ മൊത്തം ഒറ്റ റേറ്റ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് മോർ റവന്യൂ കൂടുതലാണ് ആൻഡ് മോർ റെസ്പോൺസിബിൾ ഫോർ ദ കൺസ്യൂമേഴ്സ് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആകുന്നു. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം അതുപോലെ തന്നെ മുകളിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് മോർ റവന്യൂസ് ടു ദ സ്റ്റേറ്റ്സിന് കൂടുതൽ റവന്യൂ കിട്ടുന്നൊരു സിസ്റ്റം കൂടിയാണ് GST. സോ ഇത്രയും ടോപ്പിക്സ് ആണ് മോഡ്യൂൾ 6 നമ്മൾ ഇന്ന് ഡീൽ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ്, അതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളും, ദെൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് ടാക്സേഷൻ.
സോ ബാക്കിയെല്ലാം അടുത്ത, അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, വി വിൽ ബി ബാക്ക് വിത്ത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് from module 6 in the next video. Thank you.